ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 12 മണിയിലേക്ക് സർക്കാർ നീട്ടിയിരിക്കുകയാണ്. സാധാരണ ജനജീവിതത്തെ ഇത് സാരമായി ബാധിക്കുമെന്ന് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ നിരീക്ഷിക്കുന്നു. ന്യൂസ് ടുഡേ കേരളത്തിനോടൊപ്പം NDAയുടെ ഘടകകക്ഷിയിൽപ്പെട്ട വിവിധ നേതാക്കൾ ബാർ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ്. ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന ചെയർമാൻ കുരുവിള മാത്യൂസാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ ദിവസം മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനമുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷം മുമ്പ് ഈ രാജ്യത്ത് പ്രകടന പത്രികയിൽ മദ്യത്തിൻ്റെ ലഭ്യത ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവന്ന് ഒരു മദ്യവർജനത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി അന്ന് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഈ സംസ്ഥാനത്ത് 29 ബാറുകളാണ് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് ആ ബാറുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച് 800 കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മദ്യമാഫിയകളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം സമാഹരിക്കുന്നതിന് വേണ്ടി ബാറുകളുടെ സമയപരിധി ഇപ്പോൾ വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു നീക്കം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇത് ഞങ്ങളുടെ ഈ കർഷകരുടെ ഭാഷയിൽ പറഞ്ഞാൽ റബ്ബറിന് സ്ലോട്ടർ ടാപ്പിംഗ് എന്നൊരു പദപ്രയോഗമുണ്ട്. അതായത് കടുംപട്ട്, ഒരു റബ്ബറിൻ്റെ അതിൻ്റെ ഒരു കാലാവധി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അതിലെ കറ മുഴുവൻ ഊറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് കടുംപട്ട്, സ്ലോട്ടർ ടാപ്പിംഗ്. അതേപോലെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കിട്ടാവുന്നത് മുഴുവൻ പരമാവധി ഊറ്റിയെടുക്കുക എന്നൊരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള ഈ ഒരു പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഈ ഒരു നീക്കം തികച്ചും ജനവിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ബാറുകളുടെ സമയം നീട്ടിയതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. ബാറുകളുടെ സമയം നീട്ടിയതല്ല, ഏകീകരിച്ചതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. സത്യത്തിൽ ഇത് തികച്ചും അപഹാസ്യമാണ്, കേരളത്തിലെ ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ 10 മണി വരെ പ്രവർത്തിച്ചിരുന്ന ബാറ് രാത്രി 12 മണി വരെ പ്രവർത്തിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം സാമൂഹിക വിരുദ്ധ ശക്തികൾ നമ്മുടെ ഗ്രാമീണ മേഖലയിലും അതുപോലെ തന്നെ ഈ ബാറ് പ്രവർത്തിക്കുന്ന മേഖലയിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ജനങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് സ്വൈര്യമായി ജീവിക്കാനുള്ള അവകാശത്തെയാണ് പിണറായി വിജയൻ്റെ സർക്കാർ സാമ്പത്തിക ലക്ഷ്യം മാത്രം നോക്കി ഇത് ജനങ്ങളുടെ താല്പര്യത്തിന് പുല്ലുവില കൽപ്പിക്കാത്ത രീതിയിൽ ഈ രീതിയിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ്. ഈ സംസ്ഥാനത്ത് ബാറുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് ടൂറിസം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ടൂറിസത്തിൻ്റെ പേരിലാണ് ഈ സമയം വർദ്ധിപ്പിച്ചത് എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഈ ടൂറിസം വർദ്ധിക്കുന്നതിന് മദ്യത്തിൻ്റെ വ്യാപനം 12 മണി വരെ ആക്കിയാലും 5 മണി 5 സ്റ്റാർ ബാറുകളിലൊക്കെ വെളുപ്പിനെ 5 മണി വരെ ആക്കിയാലും ഈ രാജ്യത്തെ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കും എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ എന്നല്ലാതെ അതിന് വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് ജനവിരുദ്ധമായ ഈ സർക്കാരിൻ്റെ ഈ മദ്യനയം, ഈ ബാറുകളുടെ സമയപരിധി നീട്ടിയ ഈ നടപടി പിൻവലിക്കണം എന്നാണ് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ജനവിരുദ്ധ നയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടി മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് സമീപ ദിനങ്ങളിലൊക്കെ സമരപരിപാടികൾ ആരംഭിക്കുന്നതിനുള്ള തീരുമാനം നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിട്ടുണ്ട്. ഏതായാലും ഇത് തിരുത്തുന്നതുവരെ ഇതിനെതിരെയുള്ള പോരാട്ടവുമായി ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോടൊപ്പം, കേരളത്തിലെ സമാധാനകാംക്ഷികളായ ജനങ്ങളോടൊപ്പം, സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നരുമായ ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇപ്പോൾ പ്രതികരിക്കുന്നത് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാൻ വി വിജയൻ സാറാണ്. രാത്രി 12 മണി വരെ ബാർ നീട്ടുമ്പോൾ സാമൂഹ്യ വിരുദ്ധരായ ശക്തികൾക്ക് അഴിഞ്ഞാടാൻ നല്ല ഒരു അവസരമാണ് ഈ സർക്കാർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരുടെ ഇലക്ഷൻ പ്രവർത്തന ഫണ്ടിന് വേണ്ടി പൈസ റെഡിയാക്കി ബാർ മുതലാളിമാരിൽ നിന്ന് ക്യാഷ്, എൻ്റെ അറിവിൽ സംബന്ധിച്ചിടത്തോളം ഓരോ ബാർ മുതലാളിമാർ 2,20,000 രൂപ വെച്ച് ഇപ്പോൾ കൊടുത്തിട്ടുള്ളതാണ് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ.
അതനുസരിച്ച് അങ്ങനെയുള്ള ബാർ മുതലാളികളുമാരിൽ നിന്നും ഭീമമായ തുക അവർ ഇലക്ഷൻ ഫണ്ടിലേക്ക് എടുത്തുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നമ്പർ 1 കേരളം എന്ന് പറയുന്നത് അവരുടെ ആ LDF എന്നുള്ള ഒന്നാണ് ലോട്ടറി കഴിഞ്ഞാൽ ഡ്രിങ്ക്സ്, മദ്യം. അപ്പോൾ ലോട്ടറി കഴിഞ്ഞാൽ ഡ്രിങ്ക്സിൽ കൂടി കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർ പുതിയ രീതിയിലുള്ള പരിപാടികൾ തുടരുകയാണ്. ഇവിടുത്തെ എക്സൈസ് മന്ത്രി MP രാജേഷ് പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. പക്ഷേ പ്രതിപക്ഷം പറയുന്നു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് അവരോട് അറിഞ്ഞിട്ടില്ലെന്നാണ്. എന്നാൽ ബാർ മുതലാളിമാർ പറയുന്നത് ഞങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ട് സംസാരിച്ചിട്ടുണ്ടെന്നാണ്. അപ്പം LDFും UDFും അറിഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ അവരെ അവകാശരാക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ NDA ശക്തമായി എതിർക്കുന്നു. NDA ശക്തമായി എതിർക്കുന്നതിനൊപ്പം NDAയിലെ പ്രമുഖ ഒരു മുന്നണി എന്ന നിലയിൽ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിൻ്റെ എല്ലാ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു. ബാർ വിഷയവുമായി ബന്ധപ്പെട്ട് NDAയുടെ വിവിധ ഘടകകക്ഷി നേതാക്കന്മാരാണ് ഇപ്പോൾ ന്യൂസ് ടുഡേ കേരളവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോക് ജനശക്തി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അരുൺ വേലായുധനാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. LDFിൻ്റെ അവസാന ഭരണകാലഘട്ടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണത്തോടുകൂടി കേരള ഭൂപടത്തിൽ നിന്ന്, നേരത്തെ തന്നെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായെങ്കിലും ഇപ്പോൾ കേരള ഭൂപടത്തിൽ നിന്ന് കൂടി അപ്രത്യക്ഷമാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 മണിക്കൂർ സമയം നീട്ടിക്കൊടുത്ത് 10 മണി വരെ ഉണ്ടായിരുന്ന ബാറുകൾക്ക് 12 മണി വരെ പ്രവർത്തിക്കാൻ അവസരം നീട്ടിക്കൊടുത്തത് കൊണ്ട് ഈ സർക്കാർ ഉദ്ദേശിക്കുന്ന എന്താണ്? ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ കാര്യത്തിലായാലും യുവജനങ്ങളുടെ കാര്യത്തിലായിരുന്നാലും വിദ്യാർത്ഥികളുടെ കാര്യത്തിലായിരുന്നാലും ഒരു ആശങ്കയുള്ള സർക്കാരാണെങ്കിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് മദ്യവും മയക്കുമരുന്നും നാടിൻ്റെ ഏറ്റവും വലിയ വിഷവിത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ സമയം കൂടി നീട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ ഇത് ഇവരുടെ അവസാനത്തെ ഭരണകാലമാണ്. നേരത്തെ തന്നെ നമ്മൾ മാനസികമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, റബ്ബറിൻ്റെ കടുംവെട്ട് വെട്ടും പോലെ, അവസാനം സ്ലോട്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെട്ടുന്നത് പോലെ ഈ അവസാനം കിട്ടുന്ന പൈസയും വാങ്ങിക്കൊണ്ട് ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാകാനുള്ള ഇവരുടെ അവസാനത്തെ അടവാണ്. ഇത് ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇന്നലെ ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ഇന്ന് ചേരുന്ന പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലും ഞങ്ങൾ വളരെ ഗൗരവമായി തന്നെ ഈ കാര്യത്തെ ചർച്ച ചെയ്യുകയും ഈ കാര്യത്തിന്, ഈ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം കേരള സർക്കാരിനെ കൊണ്ട് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സമിതി എടുക്കുന്ന തീരുമാനം കേരളത്തിലാകമാനം ഈ മദ്യനയത്തിനെതിരായി, ഈ മദ്യത്തിൻ്റെ സമയം വർദ്ധിപ്പിച്ചതിനെതിരായി വളരെ ക്രിയാത്മകമായിട്ടുള്ള സമരപരിപാടികൾ ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തെ കൊണ്ട്, സാധാരണ ജനങ്ങളെ കൊണ്ട്, അമ്മമാരെ കൊണ്ട്, വീട്ടമ്മമാരെ കൊണ്ട്, കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തെ കൊണ്ടൊക്കെ തന്നെ കത്തുകൾ അയക്കുന്നതിനും അതാത് എക്സൈസ് ഓഫീസുകളിലും മന്ത്രിമാരുടെ വസതികളിലേക്കുമൊക്കെ തന്നെ സമരപരിപാടികൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തീരുമാനം. നേരത്തെ തന്നെ സൂചിപ്പിച്ചു, NDAയുടെ വരവോടുകൂടി ആശങ്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായിരുന്നാലും ഭരണം കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് വന്നപ്പോൾ മാക്സിമം സമ്പാദ്യം കൊണ്ട് കടന്നു കളയാമെന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ബാർക്കോഴ നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന പാർട്ടിയിൽ ഉൾപ്പെട്ടവരാണ് ചെയ്തിരുന്നെങ്കിൽ അവർ നേരെ ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ ബാർക്കോഴയുടെ മറ്റൊരു മുഖമാണ് നമ്മളിവിടെ കാണുന്നത്. അന്ന് ബാർക്കോഴ നടത്തിയത് ഒരു തരത്തിലാണെങ്കിൽ ഇന്ന് ബാർക്കോഴ നടത്തുന്നത് വേറൊരു തരത്തിലാണ്. കാരണം ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും അവർ ഭരണപക്ഷത്ത് വരുമ്പോൾ എന്തും ചെയ്യാനെന്നുള്ള ധാർഷ്ട്യം അത് നമ്മൾ കേരള സമൂഹം കാണാതെ പോകരുത്. ഈ മദ്യവും മയക്കുമരുന്നും കൊണ്ട് പൊതുസമൂഹം ഇല്ലാതാവുകയും അതുപോലെ തന്നെ ഒട്ടനവധി വീട്ടമ്മമാർ വഴിയാധാരമാവുകയും ചെയ്യുന്നതല്ലാതെ മറ്റെന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ? മാത്രവുമല്ല, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സെന്ന് പറയുന്നത് ഈ മദ്യവരുമാനം, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വരുമാനം, ലോട്ടറി വരുമാനം. ഇത് തന്നെ നമ്മുടെ നാട്ടിന് ഏറ്റവും വലിയ ആപത്കരമായിട്ടുള്ള കാര്യമാണ്. കാരണം പുരോഗമനപരമായിട്ടുള്ള വ്യവസായങ്ങളോ പുരോഗമനപരമായിട്ടുള്ള കൃഷിയോ മറ്റ് കാര്യങ്ങളോ ഇല്ലെങ്കിൽ ടൂറിസം വരുമാനമോ മറ്റൊന്നും തന്നെ ഇല്ലാതെ ഇത്തരം കാര്യങ്ങളിലാണ് സർക്കാർ ഇന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് തന്നെ ആപത്കരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായിരുന്നാലും ശരി, ഈ നടപടി പുനഃപരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്.
ഈ നടപടി പുനഃപരിശോധിച്ച് ഈ ഒരു തീരുമാനത്തിൽ നിന്നും ഈ സർക്കാർ പിന്നോട്ട് പോയില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിലൂടെ ലോക് ജനശക്തി പാർട്ടി ഈ തീരുമാനം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ ശക്തമായി കേരള സമൂഹം ഈ വിഷയത്തെ കാണണം. ഇത് നമ്മുടെ ഭാവി തലമുറയുടെ വിഷയമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയമാണ്, ഈ നാടിൻ്റെ വിഷയമാണ്. നിങ്ങളെല്ലാവരും കൈകോർത്ത് നിന്ന് ഈ വിഷയത്തെ, ഈ തീരുമാനത്തെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്.